കയ്യിൽ വാഴക്കൊമ്പ് കിട്ടുവാണെങ്കിലുണ്ടല്ലോ ദേ ഇതുപോലൊന്ന് ചെയ്ത് നോക്കിക്കോ കേട്ടോ. രുചി ഇരട്ടിയാവും. ഒരൊറ്റ ചേരുവ ചേർത്താൽ മാത്രം മതി കേട്ടോ. എല്ലാവർക്കും മാത്സ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് അത്യാവശ്യം ഒരു ചെറിയൊരു വാഴക്കൊമ്പാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ ഈ വാഴക്കൊമ്പിൻ്റെ പോളയൊക്കെ മാറ്റുമ്പോൾ ഇതുപോലെ അതിൻ്റെ ഒരു ചെറിയ ചെറിയ ഭാഗങ്ങളുണ്ടല്ലോ, അതിൽ ഈ കട്ടിയുള്ള ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്യത്തില്ല, അത് കളഞ്ഞിടണം. പിന്നെ ഈ ഒരു ഭാഗവും നമ്മൾ കളഞ്ഞിട്ട് വേണം ബാക്കിയെല്ലാം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ ഒന്നെല്ലാം കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വാഴക്കൊമ്പൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. കഴുകി എടുക്കുമ്പോൾ അതിൻ്റെ കുറച്ച് കറയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും. ഇനി ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഉണക്കമുളകും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂമ്പ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാവേ. വാഴക്കൂമ്പ് ചെറിയൊരു ആവിയിൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചെറിയൊരു സ്പൂണിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ വാഴക്കൊമ്പ് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ തേങ്ങയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ജീരകവും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൂടെ നമ്മുടെ കൂമ്പ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മളുണ്ടല്ലോ ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ചുവന്ന പയർ വേവിച്ചതാണ്. ഇത് ഉപ്പിട്ട് വേവിച്ചതാണ്. നമുക്ക് ചുവന്ന പയറില്ലെങ്കിൽ ചെറുപയറായാലും എടുക്കാം കേട്ടോ. ഈ പയർ ചേർത്ത് തോരൻ വെക്കുമ്പോൾ കൂമ്പിന് കുറച്ചുകൂടെ ടേസ്റ്റും കൂടുതലായിരിക്കും, ഗുണവും കൂടെ കൂടുതലായിരിക്കും. അപ്പോൾ അത് നമ്മൾ ചുവന്ന പയറെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇളക്കി സെറ്റായതിനു ശേഷം നമുക്ക് രീതിയിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പൂടെ ചേർത്തിട്ട് ഒന്ന് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ സമയം ഉണ്ടല്ലോ നമ്മുടെ വാഴക്കൊമ്പിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തോരന് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നല്ല രീതിക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് ഇതിൽ പിടിക്കാനായിട്ട് ഒരു 5 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാവേ. ഇത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിക്ക് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി തോർത്തി എടുത്താൽ നമ്മുടെ തോരൻ എന്താ ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇത് ഒരുപോലെ കഴിക്കാം, ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ്. അപ്പോൾ അതായത് നമുക്ക് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള നാടൻ വാഴക്കൊമ്പ് തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനെന്തായാലും നമ്മുടെ ഒന്ന് തോരന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂട് ചോറ് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്